ഞാൻ വളരെ സന്തോഷവതിയാണ് ഇങ്ങനെ ഒരു വിശിഷ്ടമായ സദസ്സില് എനിക്ക് നിങ്ങളോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ തന്നതിന്. ഓക്കെ, ഞാൻ നേരെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ടാണ് ഞാൻ മൈൻഡിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആൾക്കാരും ഈ ഒരു മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞ അവസ്ഥ, നമുക്കൊരു അസുഖം എന്നല്ല, ഒരു അവസ്ഥ, ഈ ഒരു അവസ്ഥയെ പറ്റി എന്നേക്കാൾ ഒരുപക്ഷെ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നത് കൊണ്ട് നമുക്ക് ക്ലിനിക്കലി ഉള്ള ഏരിയയിലോട്ട് ഞാൻ അധികം കയറുന്നില്ല. ഞാൻ എന്റെ ഫീൽഡിലോട്ട്, അതായത് ഫിസിയോതെറാപ്പി മാനേജ്മെന്റ് എത്രമാത്രം നമുക്ക് ഇഫക്റ്റീവ് ആണ്, അത് എന്താണ് ആസ് എ പേഷ്യൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സേവനം ദിവസവും ഇപ്പൊ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ഈ കോവിഡ് കാലത്ത് വളരെ പ്രയാസമാണ്. അപ്പൊ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു 3 ഏരിയാസ്, അതിലാണ് ഞാൻ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ഈ 3 ഏരിയാസിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതില് ഓക്കെ, താങ്ക് യു. Okay, myself, my name is Farasha. I'm working in Kottayam itself. Okay, next slide, please. Yeah. So, as you all know, this is a condition having hereditary nature. അതായത് നമുക്ക് പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുള്ള വരുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രൈമറിലി ആയിട്ട് അഫക്ട് ചെയ്യുന്നത് നമ്മുടെ വോളണ്ടറി മസിൽസ് ആണ്, അല്ലെ? ഇതൊക്കെ നിങ്ങളെല്ലാം അനുഭവിച്ചറിയുന്നത് തന്നെയാണ്. സോ ഞാൻ അതിന്റെ ക്ലിനിക്കലി ഞാൻ കേറുന്നില്ല. അതുപോലെ പ്രോഗ്രസീവ് ആയിട്ട് കണ്ടീഷൻ കുറച്ച് വേഴ്സൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. മസിൽസ് ഡിസ്ട്രോയ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ ക്ലിനിക്കിൽ. ഞാനൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. കയ്യിലെ മസിൽ ബൾക്ക് നോർമൽ ആയിട്ടുള്ള ഒരാള്, പിന്നീട് ടൈം പോകുന്നതനുസരിച്ച് ആ മസിൽ ബൾക്ക് ചെറുതായിട്ട് ആ ഓറഞ്ച് കളറിലെ മസിൽ ബൾക്ക് വണ്ണം കുറഞ്ഞു പോകുന്നതായിട്ട് കാണാം. ഇതാണ് ശരിക്കും നമുക്ക് സംഭവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഇതിന്റെ ഒരു എന്താ പറയാ, ഒരു എറ്റിയോളജി, അതായത് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ട്രോഫിൻ എന്ന് പറയുന്ന ഒരു ജീനാണ്. ഈ ജീൻ എന്ന് പറയുന്നത് ഹ്യൂമൻ എക്സ് ക്രോമസോമില് സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ഡിസ്ട്രോഫിൻ എന്ന് പറഞ്ഞ ജീനാണ്. ഈ ജീനിന് അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മസിലിൽ നിന്നും ഒരു എൻസൈം നമ്മുടെ ബ്ലഡിലേക്ക് ഊർന്നിറങ്ങുകയും ആ മസിലിന്റെ പ്രശ്നം കാരണം പിന്നീട് ഗ്രാജുവലി ആ മസിലിന്റെ ഫങ്ഷനിങ് വളരെയേറെ അഫക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിന്റെ ബേസിക് എറ്റിയോളജി എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങള് ക്ലിനിക്കിൽ ഉള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എന്താണ് ഞാനൊരു മസ്കുലർ ഡിസ്ട്രോഫി പേഷ്യന്റ് ആണ്, എന്താണ് ഞാൻ എന്റെ അവസ്ഥ ഇംപ്രൂവ് ചെയ്യാൻ എന്നെ കൊണ്ടാവുന്നത്, അതാണ് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത്. ഒരു ലൈഫ് ലോങ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോസിബിൾ അല്ല. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണലി പഠിക്കാൻ പറ്റിയ 3 മേഖലകൾ നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ ഏരിയ റെസ്പിറേറ്ററി ഇൻവോൾവ്മെന്റ്. അതായത് ഞാൻ ഈ ഭാഗം ആദ്യം എടുക്കാൻ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, കോവിഡ് ടൈം ആണ്. കൊറോണ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ ശ്വാസകോശത്തെ തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മുടെ ശ്വാസകോശത്തിനെ ആദ്യം നേരാവണ്ണം നിർത്തിയാൽ നമ്മുടെ 90% റിസ്ക് ഒഴിവായി കിട്ടും. മനസ്സിലായോ? രണ്ടാമത്തെ കാരണം, ശ്വാസകോശം പണി മുടക്കിയാൽ അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഹാർട്ട്, പിന്നെ അങ്ങോട്ടുള്ള കിഡ്നി, നമ്മുടെ ബ്രെയിന് എല്ലാം തന്നെ പണി മുടക്കി നമ്മുടെ ജീവിതം കഴിഞ്ഞു എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ വരും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട 3 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഇൻവോൾവ്മെന്റ് ആണ്. അതില് 3 എക്സർസൈസുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും, നിങ്ങൾ 2 ദിവസം റെസ്റ്റ് എടുത്തോളൂ, ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ക്ഷീണമില്ലാതെ ചെയ്യുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതിൽ 3 എക്സർസൈസില് ആദ്യത്തെ എക്സർസൈസിന്റെ പേരാണ് ഡയഫ്രമാറ്റിക് എക്സർസൈസ്. ഓക്കെ, നിങ്ങളിൽ മിക്കവരും ഈ ഒരു ടേം, അതായത് ഡയഫ്രം എന്ന ഒരു ടേം ഫെമിലിയർ ആയിരിക്കും. എന്താണ് ഡയഫ്രം? നമ്മള് നിൽക്കുമ്പോൾ നമ്മള് ശ്വാസം എടുക്കുകയാണ്. അപ്പം നമ്മള് ശ്വാസം അകത്തേക്ക് എടുത്തിട്ട് കൈ ഇങ്ങനെ ഉള്ളിലേക്ക് പുഷ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്തോ ഒരു കട്ടിയുള്ള ഒരു അവയവം, ഒരു മസിൽ, അതൊരു
ശ്വാസം അകത്തേക്ക് എടുക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മസിലാണ്. ആ മസില് പണി മുടക്കുന്നതാണ് നമ്മുടെ റെസ്പിറേറ്ററി ഇൻവോൾവ്മെന്റ് ഉണ്ടാവാനുള്ള മെയിൻ കാരണം. നമ്മുടെ ആദ്യത്തെ ശ്രദ്ധ ഡയഫ്രത്തിലേക്ക് ആയിക്കോട്ടെ. അതായത് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അതാണ് ഡയഫ്രമാറ്റിക് എക്സർസൈസ് എന്ന് പറയുന്നത്. നമ്മുടെ ശ്വാസം അകത്തോട്ട് എടുക്കാനുള്ള പ്രധാനപ്പെട്ട മസിലിനെ ശക്തിപ്പെടുത്താനുള്ള എക്സസൈസിനെയാണ് ഡയഫ്രമാറ്റിക് എക്സർസൈസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്താണ് ഡയഫ്രമാറ്റിക് എക്സർസൈസ് എന്നുള്ളതിലേക്ക് വരാം. രണ്ടാമത്തെ എക്സർസൈസ് എന്ന് പറയുന്നത് തൊറാസിക് മൊബിലിറ്റി എക്സർസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്കുലർ ഡിസ്ട്രോഫി വരുന്ന വ്യക്തികൾക്ക്, ഞാൻ അവരുടെ പേഷ്യന്റ് എന്ന് പറയുന്നില്ല, അവരെ ഞാനൊരു വ്യക്തി എന്ന് പറയുന്നത്, ആ വ്യക്തികൾക്ക് പ്രധാനമായിട്ടും അഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു അവയവമാണ് അവരുടെ നട്ടെല്ല്. നട്ടെല്ലിന് ആദ്യം ചെറിയൊരു കൂന് പോലെ മുമ്പോട്ട് വരാം, അല്ലെങ്കിൽ അത് ഗ്രാജുവലി വന്നിട്ട് നടുവിന്റെ ഭാഗത്ത്, നമുക്ക് ഈ നടുവേദന എടുക്കുന്ന നമ്മുടെ ബാക്കിൽ ഈ ഭാഗം ഉണ്ടല്ലോ, അതിന് അബ്നോർമലായിട്ട് വളവ് വന്നിട്ട് നമ്മൾ ഒരുപാട് പിന്നിലോട്ട് വളയാം. ഈ വളവെന്ന് പറയുന്നത് വളരെ പെശകായിട്ടുള്ളൊരു വളവ്. അത് എന്താ കാരണം എന്ന് വെച്ച് ഈ ബാക്കിലെ ഈ നടുവിലെ വളവ് കൂടിക്കഴിഞ്ഞാല് ആ വ്യക്തി നടക്കുന്നത് വീഴാനുള്ള ചാൻസ് കൂടുതലായ പുറമോട്ടുള്ള ഈ പോസ്റ്റർ ആയിരിക്കും. അതായത് ആ വ്യക്തി നടക്കുന്നത് തള്ളിയായിരിക്കും, പുറയിലേക്ക് തള്ളാറുണ്ടായിരിക്കും. അതിന്റെ ഫലമായിട്ടാണ് MD പേഴ്സൺസ്, മസ്കുലർ ഡിസ്ട്രോഫി പേഴ്സൺസ് വീഴാനുള്ള ചാൻസ് ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ നട്ടെല്ല്, നമ്മുടെ ശ്വാസകോശം കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ശ്വാസകോശത്തിലെ ഡയഫ്രം കഴിഞ്ഞാൽ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഏരിയ നമ്മുടെ നട്ടെല്ലാണ്. നട്ടെല്ലിന്റെ തന്നെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ശ്വാസകോശം ഇരിക്കുന്നത്, അല്ലെ? നെഞ്ചിന്റെ ബാക്കിലായിട്ടല്ലേ വരുന്നത്. അപ്പൊ ഈ ഒരു ഏരിയയിലെ തൊറാസിക് മൊബിലിറ്റി എക്സർസൈസ് നമ്മൾ വളരെയേറെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. അതിന്റെ ഒരു എക്സർസൈസ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ മൂന്നാമത്തത് ACBT, അതായത് A for ആക്റ്റീവ് സൈക്കിൾ ബ്രീത്തിങ് എക്സർസൈസ്, അല്ലെങ്കിൽ അതിന്റെ ആ ടെക്നിക്ക് ആക്റ്റീവ് സൈക്കിൾ ബ്രീത്തിങ് ടെക്നിക്ക്. അത് എന്താണെന്ന് ചോദിച്ചാല്, കഫം വന്നു കഴിഞ്ഞാല് പ്രോപ്പറായിട്ട് തുപ്പി കളയാനുള്ള പ്രശ്നം പല മസ്കുലർ ഡിസ്ട്രോഫി പേഴ്സൺസും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനെ ഹെൽപ്പ് ചെയ്യാനുള്ള സിമ്പിൾ ഒരു ബ്രീത്തിങ് എക്സർസൈസ് ആണ് ACBT. അപ്പൊ ഈ 3 എക്സർസൈസ് എവറി ഡേ, നിങ്ങൾക്ക് കഫം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങളുടെ നട്ടല് വളഞ്ഞാണെങ്കിലും ഇല്ലെങ്കിലും, ശ്വാസകോശത്തിന് കുഴപ്പമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ ഈ കണ്ടീഷൻ നിങ്ങൾക്കുണ്ടാകുന്ന, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഈ മസ്കുലർ ഡിസ്ട്രോഫി വ്യക്തികൾക്ക് ഫീൽ ചെയ്യുന്ന അസുഖം പ്രോഗ്രസീവ് ആണ്. അത് ഭാവിയിൽ ഞാൻ ഈ പറഞ്ഞ സിസ്റ്റങ്ങളെ ബാധിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ദിവസവും ഒരു 3 പ്രാവശ്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോ അതുപോലെ തന്നെ രണ്ടാമത്തെ ഹെഡിങ് വരുന്നത് മസ്കുലർ സ്കെലറ്റൽ ഇൻവോൾവ്മെന്റ് ആണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്താണ് നട്ടെല്ലിന്റെ ഇൻവോൾവ്മെന്റ്. അതുപോലെ തന്നെ നമ്മൾ ഈ വളഞ്ഞു നടക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ വയറ്റിലെ മസില് അയയാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാല് അവർക്ക് ഗ്രാജുവലി കുടവേറ് വരും, അവർക്ക് മസിലിന് സ്ട്രെങ്ത് ഇല്ല. കുടവേറ് വരിക എന്ന് പറഞ്ഞാൽ നല്ല വയറെന്നല്ല അർത്ഥം, അബ്ഡോമിനൽ മസിൽ വീക്കാവുന്നതാണ് അർത്ഥം. മനസ്സിലായോ? അപ്പോ അതാണ് മസ്കുലർ സ്കെലറ്റൽ ഇൻവോൾവ്മെന്റിലെ ആദ്യത്തെ ഹൈലൈറ്റ്. അതുപോലെ തന്നെ കുറെ മസിൽസ് ഉണ്ട്, അതൊക്കെ വളരെ ടൈറ്റ് ആവും. ഈ എക്സർസൈസുകൾ നിങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുള്ളതായിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള മൂവ്മെന്റ് എക്സർസൈസ്, സ്ട്രെച്ചിങ് എക്സർസൈസ്, സ്ട്രെങ്തനിങ് എക്സർസൈസ് എന്നൊക്കെ പറഞ്ഞ ടൈറ്റ് മസിൽസിന്റെ എക്സർസൈസുകൾ. അപ്പോ ഈ മസ്കുലർ സ്കെലറ്റൽ ഇൻവോൾവ്മെന്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ എന്തിനാണെന്ന് ചോദിച്ചാല് വീഴ്ചകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്. മോർ ഫോൾസ്. ആ വീഴ്ചകൾ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് രണ്ടാമത്തെ പോയിന്റിൽ കിടക്കണം. മൂന്നാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് swallowing difficulty ആണ്. നമ്പർ 3, swallowing difficulties. അത് പ്രധാനമായിട്ടും വീൽ ചെയറിൽ ഇരിക്കുന്ന പേഷ്യൻസ് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. കാരണം അവർ എപ്പോഴും ഇരിക്കുവാണ്. അപ്പൊ അവരുടെ വയറ്റിലേക്ക് കൂടുതൽ പ്രഷർ ചെല്ലുന്നതിന്റെ ഫലമായിട്ട് അവർക്ക് പ്രോപ്പറായിട്ട് സ്വോളോ ചെയ്യാനും പറ്റത്തില്ല. അതുപോലെ തന്നെ വോമിറ്റിംഗ് ടെൻഡൻസിയും കൂടുതലാണ്. ഈ 3 ഏരിയസ് നമുക്ക് ഇന്ന് കവർ ചെയ്യാം. അത് ഒന്നാമത്തെ റെസ്പിറേറ്ററി ഇൻവോൾവ്മെന്റിലേക്ക് ഞാൻ കടക്കുകയാണ്. റെസ്പിറേറ്ററി ഇൻവോൾവ്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ മേജർ കോസ് ഓഫ് ഡെത്ത്സ് ഇൻ 90% ഓഫ് കേസസ്. ഓക്കെ, അപ്പോ മസ്കുലർ ഡിസ്ട്രോഫി വ്യക്തികൾക്ക് മരണത്തിനുണ്ട് 90% മരണത്തിനും കാരണം റെസ്പിറേറ്ററി ഇൻവോൾവ്മെന്റ് തന്നെയാണ്. ഇപ്പോ അതിന്റെ ശതമാനം കൂടിയിട്ടേ ഉള്ളൂ. കാരണം
കോവിഡ് വന്നാൽ പെട്ടെന്ന് തന്നെ ശ്വാസകോശത്തെ ബാധിക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ ദേ ആർ ഹാവിങ് വെരി വീക്ക് ഡയഫ്രം. ഞാൻ നേരത്തെ പറഞ്ഞ കൈ അകത്തോട്ട് വെക്കുന്ന ആ ഉള്ളിലേക്ക് ഇരിക്കുന്ന ആ മസിൽ വീക്ക് ആവുന്നു. മൂന്നാമത്തെ പോയിന്റ്, അവർക്ക് ലങ് എക്സ്പാൻഷൻ ഇല്ല, ശ്വാസകോശം വികസിക്കുന്നില്ല. നമ്മൾ ശ്വാസം അകത്തോട്ട് എടുക്കണമെങ്കിൽ ശ്വാസകോശം നന്നായി വികസിക്കണം, അതില്ല. അതുപോലെ തന്നെ അവരുടെ നെഞ്ചിൻ കൂട്, അതായത് ചെസ്റ്റ് വോൾ, അതിന്റെ മൊബിലിറ്റി വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. അതാണ് റെസ്പിറേറ്ററി ഇൻവോൾവ്മെന്റിലെ കാര്യങ്ങൾ. അതൊക്കെയാണ് അതിന്റെ തിയറി. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു ഡിവൈസ് കണ്ടോ, ഇതിന്റെ പേര് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ പടം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പേര് പീക്ക് ഫ്ലോ മീറ്റർ. പീക്ക് ഫ്ലോ മീറ്റർ, അതായത് നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് എത്രമാത്രം ശ്വാസം നമുക്ക് മാക്സിമം ഫ്ലോ ചെയ്യാൻ പറ്റും, പുറത്തേക്ക് കളയാൻ പറ്റും എന്ന് മെഷർ ചെയ്യുന്ന ഒരു സിമ്പിൾ ഡിവൈസ് ആണ്. ഇതിന് നമ്മൾ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അല്ലെങ്കിൽ സർജിക്കൽ സ്റ്റോർസിൽ കിട്ടുന്ന ഒരു ഡിവൈസ് ആണ്. നമുക്ക് എപ്പോഴും അങ്ങ് ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിലോ സർജിക്കൽസിലോ പോയി വാങ്ങാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ്. ഏകദേശം ഒരു 400-450 രൂപയോടൊപ്പം വരത്തില്ല. ഈ ഒരു ഡിവൈസ് സ്വന്തമായിട്ട് കയ്യിൽ കരുതിയിട്ട്, ഈ പീക്ക് ഫ്ലോ മീറ്റർ ഇത് സ്വന്തമായിട്ട് കരുതിയിട്ട്, ഇതിലൊരു പോയിന്റർ ഉണ്ട്, ഇതാ ഈ റെഡ് കളർ പോയിന്റർ ഉണ്ട്. ഈ പോയിന്റർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, ഞാൻ ഇതിനെ കൂടെ ബ്ലോ ചെയ്യുമ്പോൾ ഈ പോയിന്റർ മൂവ് ചെയ്യും. ഇങ്ങനെ കണ്ടോ, മേളിൽ നിന്ന് സാധനം താഴെ വന്നുണ്ടോ, ഇവിടെ വന്നുണ്ടോ. എന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 350 വന്നിരിക്കുകയാണ്. അപ്പോ ഒരു 350 മുതൽ 400 ആ ഒരു ലെവലില് ഒരു നോർമൽ ഒരാൾക്ക് വരാനുള്ള അവസ്ഥ ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ സ്വന്തമേ ഒരു പീക്ക് ഫ്ലോ മീറ്റർ കയ്യിൽ എപ്പോഴും സൂക്ഷിച്ചിട്ട്, നമ്മൾ ഒത്തിരി പൈസ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കളയുന്നുണ്ട് അല്ലെ, അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു മീറ്റർ നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ചിട്ട് സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഡിവൈസ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയും എല്ലാ കാര്യങ്ങളും ധാരാളം കിട്ടും. തന്നെയല്ല, ഇത് വാങ്ങും ഇതിന്റെ കൂടെ കിട്ടുന്ന കാറ്റലോഗിനകത്തും ഉണ്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ എത്രയാണ് നിങ്ങളുടെ ലിറ്റർ എത്രയാണ് എന്നുള്ളത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ലങ്സിന്റെ കപ്പാസിറ്റി തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം അത് അറിഞ്ഞതിന് ശേഷം പിന്നെ അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഡയഫ്രം പ്രോപ്പർലി വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ബ്രീതിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡയഫ്രമാറ്റിക് ബ്രീതിങ് എക്സർസൈസ് എന്താണെന്ന് ചോദിച്ചാൽ വളരെ ഈസിയാണ്. കണ്ടാൽ നമ്മൾ ഓർക്കും ഇത്ര ഉള്ളായിരുന്നു എന്ന് വിചാരിക്കും. അതായത് നിവർന്ന് കിടക്കുക, ഒരു ബെഡിലോ, ഒത്തിരി അങ്ങ് ദിവാൻ കോട്ട് പോലെയുള്ള കുഴിഞ്ഞു പോകുന്ന ബെഡൊന്നും അല്ല, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബെഡില് അല്ലെങ്കിൽ ഒരു സർഫസിലോ നിവർന്ന് കിടക്കുക. നോക്കൂ ഈ പിക്ചറില്, ഇതിൽ തലയണ വെച്ചിരിക്കുന്നത് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി. കഴുത്തൊക്കെ നല്ല സപ്പോർട്ട് ചെയ്ത് 2 തലയണ വെച്ചിട്ടുണ്ട്, മുട്ടിന്റെ അടിയിൽ 2 തലയണ വെച്ചിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ വലത്ത് കൈ എല്ലാവരും ചെയ്ത് നോക്കും. വലത്ത് കൈ നമ്മുടെ വയറിന്റെ പുറത്ത് വെക്കുക. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കിടക്കണമെന്ന് നിർബന്ധമില്ല, ഇരുന്ന് വീൽ ചെയറിൽ ഇരുന്നും ചെയ്യാം. ഞാനിപ്പോ കിടന്നുള്ള എക്സസൈസ് പറയുന്നതേ ഉള്ളൂ, വീൽ ചെയർ ഞാൻ പ്രത്യേകം പറഞ്ഞോളാം കേട്ടോ. ഇപ്പം എന്റെ വർത്തമാനം കേൾക്കുന്ന, ഇരുന്ന് കേൾക്കുന്ന ആൾക്കാർക്കും ചെയ്തു നോക്കാവുന്നതാണ്. വലത് കൈ വയറിന്റെ പുറത്ത് വെക്കുക, നമ്മുടെ അംബ്ലിക്കസ്, നമ്മുടെ പൊക്കിൾ കൊടിയില്ലേ, പൊക്കിളില്ലേ, പൊക്കിളിന്റെ ഒക്കെ ആ ഭാഗത്ത് വെക്കുക. ഇടത് കൈ നെഞ്ചിന്റെ പുറത്തേക്ക് വെക്കുക. കണ്ടോ, പിക്ചറിൽ കാണുന്ന പോലെ വെക്കുക. അതിനുശേഷം ചെയ്യേണ്ടത്, അതാണ് ഞാൻ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം ചെയ്യേണ്ടത് നന്നായിട്ട് ഒരു മൂക്കിലൂടെ മൂക്കുണ്ട് വായിട്ട് അല്ലെ, മൂക്കിലൂടെ നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, അതായത് അകത്തേക്ക് എടുക്കുക. ഈ അകത്തോട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വയറ്റിലിരിക്കുന്ന കയ്യ് പുറത്തോട്ട് പുഷ് ചെയ്യുന്നോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. വയറ്റിലിരിക്കുന്ന കയ്യ് പുറത്തോട്ട് പുഷ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോ നോക്കൂ, രണ്ടാമത്തെ പിക്ചറിലുണ്ട്, രണ്ടാമത്തെ പിക്ചറും സെയിം ആണ്. മൂന്നാമത്തെ നെക്സ്റ്റ് സ്ലൈഡ് പോരട്ടെ, അതില് ഒരു അടുത്തതും കൂടെ വരട്ടെ, ഇത് റിപ്പീറ്റേഷൻ ആണ്, സോറി. നെക്സ്റ്റ് ഓക്കെ, നോക്കൂ ഈ പിക്ചറില് മൂക്കിലൂടെ ശ്വാസം എടുത്തപ്പോൾ ബ്രീത്ത് ഇൻ സ്ലോലി ത്രൂ യുവർ നോസ് so that your stomach moves out against your hand. മനസ്സിലായല്ലോ,
ഹാൻഡിന് അഗേൻസ്റ്റ് ആയിട്ട് സ്റ്റമക്ക് മൂവ് ചെയ്തിട്ട് ഉറപ്പ് വരുത്തുക. ഇതെങ്ങനെയാണ് സ്റ്റമക്ക് മൂവ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഡയഫ്രത്തിന് നമ്മൾ എഫേർട്ട് കൊടുക്കുമ്പോൾ ഇൻസ്പിറേഷൻ ആണ്, അപ്പോഴാണ് ഈ വയറും കൂടെ മൂവ് ചെയ്യുന്നത്. അത് നമ്മൾ ഉറപ്പ് വരുത്തണം. കുറച്ചുള്ളെങ്കിൽ മതി, പറ്റുന്നത് വെച്ചിട്ട് മൂവ് ചെയ്യുക. ദി ഹാൻഡ് ഓൺ യുവർ ചെസ്റ്റ്. ആ സമയത്ത് നമ്മുടെ മറ്റേ കൈ ചെസ്റ്റിൽ തന്നെ ഇരുന്നോട്ടെ, അത് മൂവ് ചെയ്യാൻ അനുവദിക്കരുത്. ദ ഹാൻഡ് ഫുൾ ശ്രദ്ധ വയറ്റിലായിരിക്കണം. എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇരിക്കുന്നവരിരുന്നും കിടക്കുന്നവർ കിടന്നും ചെയ്തോളൂ. ബ്രീത്ത് ഇൻ slowly through your nose so that your stomach moves out against your hand. എന്നിട്ട് മറ്റേ കൈയുടെ കാര്യം പറയുവാണെങ്കിൽ the hand on your chest should remain as still as possible. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടൈറ്റൻ യുവർ സ്റ്റമക് മസിൽസ്. അതായത് മസില് നമ്മൾ വയറിങ്ങനെ മുറുക്കി പിടിക്കത്തില്ലേ അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞ കണക്ക് നമ്മുടെ സ്റ്റമക്കിന്റെ മസിൽസ് ടൈറ്റൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ലെറ്റിംഗ് ദം ഫോൾ ഇൻവേർഡ് ആസ് യു എക്സേൽ ത്രൂ പേഴ്സ്ഡ് ലിപ്സ്. പേഴ്സ്ഡ് ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പേഴ്സ്ഡ് വാ പോലെ ഇങ്ങനെ 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 ബ്രീത്ത് ഔട്ട് ചെയ്യുക. അപ്പൊ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പം അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് ശ്വാസം പുറത്തേക്ക് വിടുക. മനസ്സിലായോ? സൈഡിലേക്ക് തിരിഞ്ഞ് ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് വായിൽ കൂടെ വേണം വിടാൻ. അതിനാ പേഴ്സ്ഡ് ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിപ്പ് ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നതാണ് പേഴ്സിങ് എന്ന് പറയുന്നത്. പേഴ്സ്ഡ് ലിപ്പ് ബ്രീത്തിങ് ടെക്നിക്. അന്നേരവും നമ്മുടെ അപ്പർ ചെസ്റ്റിലെ കൈ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ വയറ് നമുക്ക് ഉള്ളിലേക്ക് പ്രസ് ചെയ്യുകയാണ്. അതാണ് ടൈറ്റൻ ചെയ്യാന്ന് പറയുന്നത്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് ആദ്യം ഒരു ഡിഫിക്കൽട്ടി കാണും. 10 പ്രാവശ്യം ചെയ്യൂ എന്ന് പറഞ്ഞാല് ഇച്ചിരി പ്രയാസം കാണും. അപ്പൊ നിങ്ങൾ ഒരു ദിവസവും രാവിലെ നമ്മളൊന്ന് ഫ്രഷ് ആയി, പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ബെഡിലേക്ക് വന്ന് കിടക്കുകയോ അല്ലെങ്കിൽ വീൽ ചെയറിലോ അല്ലെങ്കിൽ സാധാരണ ചെയറിലോ ഇരുന്ന് ഒരു 10 പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കൂ. ഒട്ടും തന്നെ സ്പീഡ് എടുക്കരുത് കേട്ടോ. അതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള. ഹൈപ്പർ വെന്റിലേഷൻ എന്നൊക്കെ പറഞ്ഞൊരു അവസ്ഥയിലേക്ക് പോകും. നമുക്ക് തലവേദനയൊക്കെ എടുക്കുന്നത് ഈ എക്സസൈസ് സ്പീഡിൽ ചെയ്താൽ തലവേദന എടുക്കും. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ റിലാക്സ്ഡ് ആയിട്ട് വേണം. ഈ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം അയാള് ധൃതിയിലൊന്നും അല്ല, റിലാക്സ്ഡ് ആയിട്ടാണ് ഈ പിക്ചറിൽ ആള് എക്സസൈസ് ചെയ്യുന്നത്. ഇതാണ് രാവിലെ ചെയ്യേണ്ടത് നിങ്ങൾ എക്സസൈസ്. ഉച്ചയ്ക്ക് ജോലിയിലാണെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത്, ഓഫീസിലെങ്കിൽ ഓഫീസിൽ ഇരുന്ന് ചെയ്യുക. വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പ് ഇതൊരു 10 പ്രാവശ്യം ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മസ്കുലർ ഡിസ്ട്രോഫിക്കാരുടെ ലൈഫ് സ്പാൻ കുറവാണ്, അവർ കുറെ നാൾ കഴിയുമ്പോൾ ശ്വാസം മുട്ടി മരിക്കും എന്നൊക്കെ പറയുന്ന ഐഡിയാസ് കറക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് ഡയഫ്രം സേഫ് ആയിട്ട് വെക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. മനസ്സിലായല്ലോ? ഇതാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം. നെക്സ്റ്റ് സ്ലൈഡില് ഞാൻ പ്രത്യേകം വീൽ ചെയർ ബൗണ്ട് പേഴ്സൺസിന് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടു പെർഫോം ദിസ് എക്സസൈസ് വൈൽ സിറ്റിംഗ് ഇൻ എ ചെയർ, sit comfortably with your knees bent and your shoulders, head and neck relaxed. എല്ലാം റിലാക്സ്ഡ് ആയിട്ട് ചെയറിൽ ഇരിക്കുക. നിങ്ങൾക്ക് കിടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ place one hand on your upper chest and the other just below your rib cage. Rib cage എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഞ്ചും കൂടി തന്നെയാണ്. നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ബ്രീത്ത് ഇൻ ചെയ്യുക, പിന്നെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പം സ്റ്റമക് മസിൽസ് ടൈറ്റൻ ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് thoracic mobility exercise. അപ്പൊ നമ്മുടെ ഡയഫ്രം സേഫ് ആയി, എല്ലാവരുടെയും ഡയഫ്രം സേഫ് ആയെന്ന് എല്ലാവർക്കും ഉറപ്പായല്ലോ. ഇനി നമ്മള് ഇന്ന് മുതൽ, നാളെ മുതൽ എന്ന് പറയുന്നില്ല, നമ്മൾ എന്ത് ആക്ടിവിറ്റി തുടങ്ങുമ്പോൾ ഞാൻ ഇന്ന് ചെയ്യും എന്ന് പറയാം. ഇന്ന് മുതലേ, ഇന്ന് ഫ്രൈഡേ ഉച്ച മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സർസൈസ് ആണ് 10 തവണ. എന്താണെന്ന് ചോദിച്ചാല് ഒരിക്കലും നമ്മൾ നമ്മുടെ നട്ടലിനെ വിട്ടു കൊടുക്കരുത് മസ്കുലർ ഡിസ്ട്രോഫിക്ക്. അതിന് ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള എക്സർസൈസ് ആണ് നമ്മുടെ തൊറാക്സ് നല്ല ഫ്ലെക്സിബിൾ ആൻഡ് മൊബൈൽ ആക്കി വെക്കുക എന്നുള്ളത്. ഈ സമയത്ത് മൂക്കിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. നോക്കൂ, ഈ പെൺകുട്ടി ഇരുന്ന് ചെയ്ത് നോക്കൂ. കസേരയിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് മൂക്കിലൂടെ എടുക്കുകയാണ്. ഇതേ സമയത്ത് ഈ പെൺകുട്ടി ചെയ്യുന്ന മറ്റൊരു കാര്യം നോക്കൂ. 2 കൈയും ഹോൾഡ് ചെയ്തിട്ട് മുകളിലോട്ട് പൊക്കുകയാണ്. മനസ്സിലായോ? ശ്വാസം അകത്തോട്ട് എടുക്കുന്നതിന്റെ കൂടെ തന്നെ
എത്രമാത്രം കൈ പൊക്കാൻ കഴിവുണ്ടോ നിങ്ങൾക്ക് ഇപ്പം അപ്പർ ലിംബ് എത്രമാത്രം പൊക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ അത്രയും നിങ്ങൾ പൊക്കുക. പൊക്കി ഒരു 3 seconds നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യുക. 1 2 3 എന്ന് പറയുന്ന അത്രയും നേരത്തേക്ക് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഓക്കെ, കൊണ്ടുവന്ന് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് തലയുടെ ബാക്കിലോട്ട് വെക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വെക്കുക. അതുപോലെ തന്നെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും താഴേക്ക് വരിക, നോർമലി കൈ വെക്കുക. വീണ്ടും നോക്കൂ, ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പം വായിലൂടെ പേഴ്സ്ലിപ്പ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, വേറൊരു എക്സസൈസ്, മൂന്നാമത്തെ ചെയർ നോക്കൂ പിക്ചറിനകത്ത്. കൈ ഇതാ ജസ്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇന്റർലോക്ക് ചെയ്തിട്ട് തലയുടെ പുറയിലോട്ട് വെക്കുക. തലയുടെ പുറയിലോട്ട് വെച്ചിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ ഈ കൈ ഇങ്ങനെ ചേർത്തിക്കും. ഔട്ട് ചെയ്യുമ്പം കണ്ടല്ലോ. പിന്നെ ഇൻ ചെയ്യുമ്പം ഔട്ട് ചെയ്യുമ്പം വെരി സിമ്പിൾ എക്സസൈസ്. ഈ സമയത്ത് നമ്മുടെ തൊറാക്സ്, അതായത് നമ്മുടെ ശ്വാസകോശത്തിന്റെ നേരെ ബാക്കിലുള്ള നട്ടെല്ലിന്റെ ഭാഗത്തിന് തൊറാസിക് ഏരിയ ആണ്, അവിടെ തൊറാസിക് വെർട്ടിബ്രയുടെ മൂവ്മെന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നാലാമത്തെ പിക്ചറിലെ പെൺകുട്ടി ചെയ്യുന്നത് നോക്കൂ. ഇത് ചെയ്തിട്ട് റൊട്ടേഷൻ ആണ്, അതായത് അകത്തോട്ട് എടുക്കുമ്പോൾ സൈഡിലോട്ട് തിരിയുക, റിലാക്സ് ചെയ്യുമ്പോൾ നേരെ വരിക. മനസ്സിലായോ? അപ്പം 3 എക്സർസൈസ്, 4 കസേര കാണിച്ചിരിക്കുന്ന ഒന്നാമത്തെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. പിന്നെയുള്ള 3 എക്സർസൈസ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വരിക. ആദ്യത്തെ എക്സർസൈസ് ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് കൈ പൊക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് റിലാക്സ്. രണ്ടാമത്തെ എക്സർസൈസ് ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് കൈ നന്നായിട്ട് ഓപ്പൺ ചെയ്യുക, റിലാക്സ്, ഔട്ട് ചെയ്തത്. മൂന്നാമത്തെ എക്സർസൈസ് ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് ഒരു വശത്തേക്ക് നല്ലതായിട്ട് തിരിയുക, പിന്നെ റിലാക്സ്. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ തൊറാസിക് മൊബിലിറ്റി എക്സസൈസ്. നോക്കൂ, ഈ എക്സർസൈസ് നിങ്ങൾക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് വീട്ടിൽ വന്നാൽ ചെയ്യേണ്ട കാര്യമുണ്ട്. 1 മണിക്കൂറിന് ഇത്ര പൈസ വെച്ച് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഡയഫ്രമാറ്റിക് എക്സസൈസ് നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഉള്ള തൊറാസിക് മൊബിലിറ്റി എക്സസൈസ് നിങ്ങൾക്കറിയാം. അടുത്ത ഒരു ഏരിയയിലേക്ക് ഞാൻ കയറുകയാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പനിയോ എന്ത് വന്നാലും കഫം ഉണ്ടാവും അല്ലെ? സ്പ്യൂട്ടം എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് കഫം നമ്മുടെ ശ്വാസകോശത്തിനകത്തുണ്ടാവും. പ്രോപ്പറായിട്ട് നമുക്ക് ചുമയ്ക്കാൻ പറ്റുന്നില്ല, ചുമച്ചാൽ കഫം വരുന്നില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് 3 സ്റ്റെപ്പ്. അതിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കൂ, തൊറാസിക് എക്സ്പാൻഷൻ എക്സർസൈസ്. അത് തന്നെയാണ് നമ്മളിപ്പോ പറഞ്ഞ തൊറാസിക് മൊബിലിറ്റി എക്സർസൈസ്. അതും കൂടെ വന്നുകൊണ്ടുള്ള ഒരു എക്സർസൈസ് ആണ് ACBT, ആക്റ്റീവ് സൈക്കിൾ ബ്രീത്തിങ് എക്സർസൈസ്. ഇത് വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. നമ്മൾ ആദ്യം ബ്രീത്തിങ് കൺട്രോൾ ചെയ്യുക, അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് വളരെ റിലാക്സ് ആയിട്ട് അറിഞ്ഞുകൊണ്ട് കുറച്ച് ഒരു നോക്കി ആ റൗണ്ട് പിക്ചർ നോക്കി, ബ്രീത്തിങ് കൺട്രോൾ 20 to 30 seconds. കുറച്ച് നേരത്തേക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് ശ്വാസം അകത്തോട്ട് എടുക്കുക, പുറത്തോട്ട് കളയുക, അകത്തോട്ട് എടുക്കുക, പുറത്തോട്ട് എടുക്കുക. അതിനുശേഷം ആ ഓറഞ്ച് കളറിലെ കുളം നോക്കൂ, 3 to 4 ഡീപ് ബ്രെത്ത് എടുക്കുക. അപ്പൊ കുറച്ചും കൂടെ ഒന്ന് ആഴത്തിലെടുക്കുക, ആഞ്ഞെടുക്കുക, അതുപോലെ തന്നെ പുറത്തേക്ക് കളയാം. അതൊരു 3 തൊട്ട് 4 വരെ. അതിനുശേഷം വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞ ബ്രീത്തിങ് കൺട്രോൾ റിലാക്സ് ചെയ്ത് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ശ്വാസകോശത്തിൽ ഫിസിയോളജിക്കലി, അതായത് ഫങ്ഷണലി, അനാറ്റമി എന്ന് പറഞ്ഞ സ്ട്രക്ചർ, ഫിസിയോളജി എന്ന് പറഞ്ഞ ഫങ്ഷണലി കുറെ കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോ ചെയ്യുക. അതിനുശേഷം വീണ്ടും 3 to 4 ഡീപ് ബ്രെത്ത്, വീണ്ടും ബ്രീത്തിങ് കൺട്രോൾ. ഇതിന്റെ ഇടയ്ക്കായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡീപ് ബ്രെത്ത് എടുക്കുന്ന കൂട്ടത്തില് നേരത്തെ പറഞ്ഞ എക്സസൈസ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ എക്സസൈസ്, മൊബിലിറ്റി എക്സസൈസും കൂടെ വേണമെങ്കിൽ നിങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹഫിങ്, HUFFING. കണ്ടോ ആ പേർപ്പിൾ കളർ? ഹഫിങ് എന്ന് പറഞ്ഞാല് ഇതാണ് ഹഫിങ്, ചുമയല്ല. കണ്ടോ? അതായത് എയർ വരികയും ചെയ്യും, നമുക്ക് ശ്വാസകോശത്തിൽ നിന്ന് ഒരു സൗണ്ട് വരും അല്ലെ? ഹഫിങ്. ചുമയ്ക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും അല്ലെ? ഹഫിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി? ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത് നമ്മുടെ തൊണ്ടയ്ക്കും ശ്വാസകോശത്തിനൊക്കെ ഒരുപാട് ഫങ്ഷണലി കാര്യങ്ങൾ നടക്കുന്നതാണ്. അപ്പൊ ഒരു ഹഫിങ് ഉണ്ടായിട്ട് എന്നിട്ട് ഒരൊറ്റ ചുമ അങ്ങ് ചുമയ്ക്കുക, എന്നിട്ട് അതിന്റെ കൂടെ ചുമയ്ക്കുക. കഫം
ലോവർ ബേസിൽ, അത് നമ്മുടെ ലങ്സിന്റെ ഏറ്റവും മുകളിലും മിഡിലും ലോവർ, ആ ലോവർ വരെയുള്ള ഭാഗത്തെ കഫം ഇളകി വരാൻ സഹായിക്കുന്ന ഒരു എക്സർസൈസ് ആണ്. ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് വീട്ടിൽ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. ഇത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പനിയോ ജലദോഷമോ ഒക്കെ വരാനുള്ള ചാൻസ് ഇപ്പൊ കൂടുതലാണ്. ഈ സമയത്ത് നമുക്ക് കഫം കളയാൻ വേണ്ടി, കഫം അവിടെ കെട്ടിക്കിടന്നാല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഇറ്റ് ക്യാൻ ലീഡ് ടു ന്യൂമോണിയ. അത് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാല് ഒരിത്തിരിയെങ്കിലും മതി, സ്പ്യൂട്ടം പുറത്തു പോകാതെ അവിടെ കിടന്നാല് നമുക്ക് ഇൻഫെക്ഷൻ ആയി മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഈ ഒരു എക്സസൈസ് നിങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കുക. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ജലദോഷമൊക്കെ വരുമ്പോഴോ തുമ്മലൊക്കെ വരുമ്പോഴോ അല്ലെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുമ്പോഴൊക്കെ ACBT നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആക്റ്റീവ് സൈക്കിൾ ബ്രീത്തിങ് ടെക്നിക്. ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞത് മറന്നു പോവുകയാണെങ്കിൽ ഈ ഒരു വേർഡ് നിങ്ങൾ ഓർത്ത് വെക്കുക. യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് അത് നോക്കി വീട്ടിൽ ഇരുന്ന് ചെയ്യാം. ഇതിന് ഫിസിയോതെറാപ്പിസ്റ്റ് വീട്ടിൽ വരണോ? വേണ്ട. വെറുതെ പൈസ കൊടുക്കണ്ട, അന്വേഷിക്കണ്ട, വീട്ടിലൊരാളെ കയറ്റേണ്ട. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള എക്സസൈസ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ എക്സസൈസ്. അപ്പൊ റെസ്പിറേറ്ററിയുടെ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഡയഫ്രത്തിന്റെ കാര്യം കിടന്നുകൊണ്ടുള്ളത്, മറ്റേ ഇരുന്നിട്ടുള്ള ഈസി ആയിട്ടുള്ള കാര്യമുണ്ട്, thoracic expansion exercise, മൂന്നാമത്തെ ACBT. ഇനി നമുക്ക് കയറാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് മസ്കുലോസ്കെലിറ്റൽ ഇൻവോൾവ്മെന്റ്. മസ്കുലോസ്കെലിറ്റൽ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ മസിലിനെയും സ്കെലിറ്റലിനെയും അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾ എപ്പോഴും തീരുമാനിക്കേണ്ട മറ്റൊരു കാര്യം, ശ്വാസകോശം കഴിഞ്ഞാൽ എന്റെ ശരീരം ഇപ്പൊ ഈ ഒരു അവസ്ഥയുണ്ട്, ഇത് ഞാൻ പ്രോഗ്രസ് ചെയ്ത് ഞാൻ അനങ്ങാതിരുന്നത് കൊണ്ട് അത് എന്താ പറയാ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് കൺട്രാക്ചർ എന്ന ഒരു രീതിയിലേക്ക് പോവരുത്. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. എന്താണ് കൺട്രാക്ചർ? കൺട്രാക്ചർ എന്ന് പറഞ്ഞാല് മസിലൊക്കെ അങ്ങ് ടൈറ്റ് ആയിട്ട് ആദ്യമൊക്കെ നടന്നുകൊണ്ടിരുന്ന ആള് പിന്നെ പതുക്കെ പതുക്കെ ഇരുന്നുള്ള ജോലി പ്രിഫർ ചെയ്യും. പിന്നെ അയാള് വീൽ ചെയർ ബൗണ്ട്, അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി സ്റ്റേജിലോട്ട് മാറും. അപ്പൊ ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, കൺട്രാക്ചർ വരാതിരിക്കാൻ. ഒരു കുഞ്ഞിനെ അതിനെ ഒരു 6ാമത്തെ വയസ്സിൽ മസ്കുലർ ഡിസ്ട്രോഫി സസ്പെക്ട് ചെയ്യുന്നിടം മുതൽ നമ്മൾ ഈ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യും. കൺഫേം ചെയ്യാൻ നിൽക്കണ്ട. സസ്പെക്ട് ചെയ്തോ, നോ ആണെങ്കിൽ കുഴപ്പമില്ല, എക്സസൈസുകൾ എപ്പോഴും നല്ലതല്ലേ. അപ്പൊ ഇതിന് ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം, നമ്മൾ ആ കുട്ടിയെ മാക്സിമം അതിന്റെ പ്രധാനപ്പെട്ട ഷോൾഡർ, അതുപോലെ നമ്മുടെ ഹിപ്പ്, നമ്മുടെ പ്രോക്സിമൽ മസിൽസ് ആണ് മസ്കുലർ ഡിസ്ട്രോഫി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പ്രോക്സിമൽ മസിൽ എന്ന് പറഞ്ഞാൽ മുകളിലുള്ള മസിൽസ്, അതായത് ഷോൾഡർ, താഴോട്ടുള്ള മസിൽ അല്ല, ഷോൾഡർ, അതുപോലെ നമ്മുടെ ഹിപ്പ്, ഈ മസിൽസ് ഒക്കെയാണ് പ്രോക്സിമൽ മസിൽസ്. അപ്പോ ഈ പ്രോക്സിമൽ മസിൽസിന് സാധാരണ കൊടുക്കാൻ പറ്റുന്ന മൂവ്മെന്റ്സ് കളികളിലൂടെ കൊടുക്കുക ആ കുഞ്ഞിന്. ഇപ്പൊ ഫിസിയോ ബോൾ, എക്സസൈസ് ബോൾ എന്നൊക്കെ പറഞ്ഞ ബോൾ വാങ്ങാൻ കിട്ടും. ആ ബോളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ നോർമൽ കളികളിലൂടെ ആ കൊച്ചിനെ ക്ഷീണിപ്പിക്കരുത്. അതാണ് നമ്മുടെ ഡിസ്ട്രോഫിൻ നമുക്ക് കുറവായത് കൊണ്ട് മസിൽസിന് ക്ഷീണം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ കുഞ്ഞ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ മുതിർന്ന ആൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് മൂവ്മെന്റ്സ് ഒക്കെ ചെയ്യുക. ക്ഷീണം തോന്നുകയാണെങ്കിൽ അപ്പൊ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ കൺട്രാക്ചർ പ്രിവെന്റ് ചെയ്യാനുള്ള കുറെ മെത്തേഡ്സ് ഉണ്ട്. റേഞ്ച് ഓഫ് മോഷൻ എക്സർസൈസുകൾ, അതുപോലെ തന്നെ ചെറിയ ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ വേൾഡ് വൈഡില് ഞാൻ വർക്ക് ചെയ്തിരുന്ന വീട്ടിലെ ഹോസ്പിറ്റലില് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്ന ഒരു തെറാപ്പിയാണ് ഹൈഡ്രോതെറാപ്പി. നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കാം. ഹൈഡ്രോതെറാപ്പി എന്ന് പറയുന്നത് ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് എന്നാണ് ആ ഹോസ്പിറ്റലിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പേഷ്യൻസ് പറഞ്ഞതാണ്, നമ്മള് തെറാപ്പിസ്റ്റ് അല്ല. അവര് പറയുന്നത്. അപ്പൊ അത് മസ്കുലർ ഡിസ്ട്രോഫി ആയിക്കോട്ടെ, സെറിബ്രൽ പാൾസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ ഹിപ്പ് റീപ്ലേസ് ചെയ്തായിക്കോട്ടെ, നീ റീപ്ലേസ്മെന്റ് ആയിക്കോട്ടെ, ഒക്കെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഹൈഡ്രോതെറാപ്പി. നമുക്ക് കേരളത്തില് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ ഒരു കാര്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പം പുഴയോ അങ്ങനെ എന്തെങ്കിലും കുളമോ, പുഴ അല്ലെ, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ല, അങ്ങനെ എറണാകുളം ജില്ല അല്ലെങ്കിൽ തൊടുപുഴ അങ്ങനെ ഏരിയയിലൊക്കെ പോവാണെങ്കിൽ പുഴകൾ ഇഷ്ടം പോലെ കിട്ടും. ഒരു അഡൽട്ട് സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ, കുഞ്ഞിനെ ഒത്തിരി ആഴത്തിലോട്ട് കൊണ്ടുവരാനല്ല ഞാൻ പറയുന്നത്, ഒരു ശാലമായിട്ടുള്ള ഏരിയയിൽ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്ത് അവന്റെ കൈകളും കാലുകളും നന്നായിട്ട് മൂവ് ചെയ്യാൻ നമ്മൾ കൂടെ ഹെൽപ്പ് ചെയ്യുക. നോക്കൂ, ഈ പിക്ചറിൽ ചെയ്യുന്നത് ഇതൊരു പൂളാണ്, ആർട്ടിഫിഷ്യൽ പൂളാണ്. നമുക്ക് നാച്ചുറലി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതിനകത്ത് ഗുണം എന്ന് പറഞ്ഞാല് ഈ വെള്ളത്തിന് ബോയൻസി എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി, ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി
ദൈവമായിട്ട് കൊടുത്തിരിക്കുവാണ്. അത് നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് വെള്ളത്തിന്റെ ഈ ഒരു പ്രോപ്പർട്ടി. എന്താണെന്ന് ചോദിച്ചാല്, നമ്മൾ ഈ കുഞ്ഞിന്റെ കാലില് ഒരു 5 കിലോയുടെ വെയിറ്റ് കെട്ടിയിട്ടിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യാന്ന് വിചാരിക്കുക. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ? വെയിറ്റ് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് എക്സസൈസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. അപ്പൊ കുഞ്ഞിന് വളരെ ക്ഷീണം തോന്നും, ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷെ വെള്ളത്തിലാണെങ്കിൽ 5 കിലോ വെയിറ്റിന്റെ ഗുണം കിട്ടുകയും ചെയ്യും, കുഞ്ഞ് ക്ഷീണിക്കത്തുമില്ല, വെള്ളത്തിൻ്റെതായ ഒരു സപ്പോർട്ടും കിട്ടും. അതൊരു മാജിക്കൽ പ്രോപ്പർട്ടിയാണ് ഈ ബോയൻസി. BU നോക്കൂ, ഞാൻ സ്ലൈഡിൽ എഴുതിയിട്ടുണ്ട് BUOYANCY. അപ്പൊ ആ ഒരു മാജിക്കൽ പ്രോപ്പർട്ടി നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെയൊക്കെ വെള്ളത്തിനെ നമ്മൾ എക്സസൈസുമായിട്ട് മിങ്കിൾ ചെയ്യാം, ആ ഒരു രീതിയിൽ പനിയൊന്നും പിടിപ്പിക്കരുത്. കുറച്ച് സമയം, അത് ഒരു 10 മിനിറ്റ് ആയിക്കോട്ടെ, ആഴ്ചയിൽ ഒരു തവണ ആയിക്കോട്ടെ, മാക്സിമം അങ്ങനെ ഒരു രീതിയിൽ. ഇപ്പം ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ ചിലപ്പം പൂൾ അവൈലബിൾ ആയിരിക്കും. ഇതല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ റൗണ്ട് ഒരു കുളം പോലത്തെ ഒരു സാധനം വാങ്ങാൻ കിട്ടില്ല, കാറ്റ് നിറച്ചിട്ട് അതിനകത്ത് വെള്ളം ഒഴിക്കുന്നു. അതുണ്ടാക്കാം കഴിവുള്ളവരാണെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് ഈ ചെറിയ ചെറിയ പുഴകളെയൊക്കെ ആശ്രയിക്കാം, ശാലോ ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് എക്സസൈസ് ചെയ്യിപ്പിക്കാം. ഇതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ്. പിന്നെ നമ്മുടെ സാധാരണ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ എക്സസൈസുകൾ, റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസും സ്ട്രെച്ചിങ്ങും എല്ലാം തന്നെ ഹെൽപ്ഫുൾ ആണ്. വേറൊരു എക്സസൈസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട്, ഇതിനെ കുറച്ച് പ്രീവിയസ് ആയിട്ടുള്ള സ്ലൈഡ് ഉണ്ട്, 2 പിക്ചർ മാത്രമുള്ള സ്ലൈഡ്. അതായത് ഒരു നമുക്ക് വീൽ ചെയർ, ഇത് നോക്കൂ, 2 കൈ, ഒരാൾ വീൽ ചെയറിൽ ഇരുന്നോണ്ട് എക്സസൈസ് ചെയ്യുന്നത് നോക്കൂ, 2 കൈ അപ്പുറം ഇപ്പുറം പിടിച്ചിട്ട്. ഇയാൾ ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുന്നത് ഷോൾഡറിന് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസ് ആണ് ചെയ്യുന്നത്. നമ്മളത് ഫിസിയോതെറാപ്പിയിൽ നമ്മൾ സസ്പെൻഷൻ തെറപ്പി എന്ന് പറയും. സസ്പെൻഷൻ തെറപ്പി എന്ന് പറയുന്ന ഐറ്റം നമ്മള് ക്ലിനിക്സില്, ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റലൊക്കെ ഉള്ളൂ. നമുക്കിത് വീട്ടിൽ നമുക്ക് സൂപ്പർ ആയിട്ട് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വീൽ ചെയർ കൊണ്ടത് ഇരിക്കുന്ന സ്ഥലത്ത് 2 സാരിയോ അല്ലെങ്കിൽ കയറോ എന്തെങ്കിലും ജസ്റ്റ് ഇങ്ങനെ കെട്ടിയിട്ട് ആ വ്യക്തിക്ക് പിടിച്ചുകൊണ്ട് ഷോൾഡറിന് നന്നായിട്ട് മൂവ്മെന്റ് കൊടുക്കണം. അല്ലെങ്കിൽ ഷോൾഡറിൽ നിന്ന് കുറച്ചു പോകും. മനസ്സിലായോ? എങ്ങാനും ഇദ്ദേഹം വലുതായി കഴിഞ്ഞാൽ ഒരു ഡയബറ്റീസ് പിടിച്ചെന്നിരിക്കട്ടെ, പെട്ടെന്ന് ഡയബറ്റീസും ഷോൾഡറും വളരെ ഫ്രണ്ട്സ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് ഏറ്റവും പെട്ടെന്ന് അഫക്ട് ചെയ്യുന്ന ജോയിന്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ only one answer. എന്താണ്? ഷോൾഡർ ജോയിന്റ്. ഷോൾഡർ ജോയിന്റ് അവിടെ നിന്ന് ഉറച്ചു പോകും. നിങ്ങളുടെ പാരന്റ്സിനോടോ ഗ്രാൻഡ് പാരന്റ്സിനോടോ ഷുഗർ ഉള്ളവരോട് ചോദിച്ചാൽ അറിയാം, നമുക്ക് കൈക്ക് വേദന വളരെ കോമൺ ആണ്. അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട്, ഷോൾഡർ എന്ന് പറഞ്ഞ ജോയിന്റ് ഉറച്ചു പോയാൽ നമുക്ക് പിന്നെ ലൈഫ് ഉണ്ടോ? വീൽ ചെയറിന് ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഷോൾഡർ വേണ്ട അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും. സോ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ കണ്ട് ഷോൾഡറിന് കുറച്ച് മോർ കോൺസെൻട്രേറ്റ് ചെയ്ത് എക്സസൈസ് ചെയ്യുക. ഇതുപോലെ തന്നെ ഒരു തൊട്ടില് പോലെ തുണി ഇങ്ങനെ കെട്ടിയിട്ട് നമ്മൾ കിടക്കുന്നതിന്റെ, ഈ ഡിസ്ട്രോഫി പേഴ്സൺ കിടക്കുന്നതിന്റെ അവിടെ കെട്ടിയിട്ടിട്ട് കാല് ചുമ്മാ ആ തൊട്ടിലിനകത്തോട്ട് നമ്മൾ കയറ്റിയിടുക, ഈ കൈ കെട്ടി പിടിച്ചിരിക്കുന്ന പോലെ തന്നെ. എന്നിട്ട് നമ്മുടെ ഹിപ്പ് നന്നായിട്ട് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം കൊടുത്തു നോക്കി. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? നമ്മുടെ കട്ടിലിന്റെ മുകളിലായിട്ട് ഒരു തൊട്ടില് പോലെ കെട്ടിയിട്ട്, കണ്ടിട്ടില്ലേ അമ്മ അച്ഛന് കിടക്കുന്ന കട്ടിലിന്റെ അവിടെ കുഞ്ഞുങ്ങളുടെ തൊട്ടി കൊണ്ടിട്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ? തറയിലല്ല, കട്ടിലിന്റെ മേളിലായിട്ട് വീഴാതിരിക്കാൻ. വീണാൽ ഒരു കട്ടിലോട്ട് വീഴുമല്ലോ, ആ ഒരു അവസ്ഥ. അതുപോലെ തൊട്ടില് പോലെ കെട്ടിയിട്ടിട്ട് കാല് ജസ്റ്റ് പാദം അതിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് നന്നായിട്ട് ആ കാല് മുമ്പോട്ടും പുറകോട്ടും സൈഡിലോട്ടും ഒക്കെ മൂവ് ചെയ്യിപ്പിക്കുക. അപ്പൊ ഹിപ്പിന് നന്നായിട്ടൊരു മൂവ്മെന്റ് ആയില്ലേ? അപ്പൊ അതാണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു എക്സർസൈസ്. ഇവിടെ കിട്ടിയല്ലോ. പിന്നെ ആ പിക്ചറിൽ തന്നെ ആ 2 പേരിരിക്കുന്ന പടത്തിൽ തന്നെ ആ കുട്ടി ചെയ്യുന്നത് നോക്കൂ. നിവർന്ന് കിടന്നിട്ട് ബോളിലോട്ട് കാല് വെച്ചിട്ട് ചെയ്യുന്നത് കണ്ടോ? സർക്കസ് ചെയ്യുന്നത് നോക്കിക്കേ, കണ്ട? ഹിപ്പ് പൊക്കുന്നത് കണ്ടോ? ഈ ഒരു എക്സസൈസ് വളരെ ഇഫക്റ്റീവ് ആണ്. പക്ഷെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് വൺസ് നമുക്ക് മസ്കുലർ ഡിസ്ട്രോഫി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തികളിൽ കണ്ടിട്ടുള്ള മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മസിൽസിന് വീക്ക്നെസ് ആയ ഒരാൾ ഇങ്ങനെ പൊക്കാൻ പ്രയാസമാണ്. കഴിയുന്നത്രയും കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങൾ, മുതിർന്നവര് കാല് എവിടെയെങ്കിലും ഇങ്ങനെ സ്റ്റൂളോ വല്ല ഇട്ടിട്ട് അതിന്റെ പുറത്തോട്ട്, കട്ടിലെ സ്റ്റൂള് വെച്ചിട്ട് അതിന്റെ പുറത്തോട്ട് വെച്ചിട്ട് ഇത് പൊക്കി ഒന്ന് ഹോൾഡ് ചെയ്യുക. നമ്മുടെ ഈ ഹിപ്പ് പൊക്കി ബ്രിഡ്ജിങ് എന്ന് പറയും. ഇത് വളരെ സിമ്പിൾ ബട്ട് വെരി ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സർസൈസ് ആണ്. കുറച്ചു നേരം, ഒരു 20 സെക്കൻഡ്സ്, നമ്മൾ 20 വരെ എണ്ണുന്ന സമയം പൊക്കി പിടിച്ചിട്ട് താഴ്ത്തുക. ഇതൊരു നല്ല എക്സർസൈസ് ആണ് ചെയ്യാൻ വേണ്ടി. ഓക്കെ. പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സ്വാളോയിങ് ഡിഫിക്കൽട്ടി ആണ്. സ്വാളോയിങ് ഡിഫിക്കൽട്ടീസില് ഈ ഒരു സ്ലൈഡ് സ്കിപ്പ് ആയിപ്പോ, ഒരു സെക്കൻഡ്.
ഞാൻ ഓൾറെഡി ഒന്ന് മെൻഷൻ ചെയ്തതാണ്. ഇത് നമ്മളെ ബി കെയർഫുൾ എന്ന് പറയുന്നത്. എന്താന്ന് വെച്ചാല് എക്സസൈസ് നമുക്ക് സ്കെലിറ്റൽ മസിലിനെയും കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെയും നമ്മുടെ ലങ്സിനെ അതുപോലെ തന്നെ എല്ലാം ഇംപ്രൂവ് ചെയ്ത് നമുക്ക് ബെറ്റർ ആകും. ബട്ട് മസ്കുലർ ഡിസ്ട്രോഫിയില് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാടിട്ട് നമ്മൾ ആ പേഴ്സണിനെ സ്ട്രെയിൻ ചെയ്യിക്കരുത്. ബിക്കോസ് ഇറ്റ് മേ കോസ് ഡാമേജ് ഓഫ് ദ മസിൽസ്. സോ എപ്പോഴും ഞാനിപ്പോ ശ്വാസകോശത്തിന് എക്സസൈസ് പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ ചെയ്യാം, മനസ്സിലായില്ലേ? അതേസമയം അതിനുശേഷം പറഞ്ഞ എക്സസൈസുകൾ നിങ്ങളിപ്പോ കോർ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള ഇപ്പൊ ഈ കാല് പൊക്കി പിടിക്കുന്ന അതൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റുമായിട്ട് ഒന്ന് കൺസൾട്ട്, ഒരു തവണയെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത്. ഞാൻ എന്റെ അതായത് നമ്മൾ പറയും നോ ടു പേഴ്സൺസ് ആർ ഐഡന്റിക്കൽ അല്ലെ? ഇപ്പൊ കോവിഡിന്റെ കാര്യം നോക്കുകയാണെങ്കിലും എനിക്ക് കോവിഡ് വന്ന പോലെ അല്ലായിരിക്കും നിങ്ങൾക്കൊക്കെ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബേഴ്സിന് നിങ്ങൾക്ക് അറിയുന്നുള്ള വന്നിട്ടുള്ളത് അല്ലെ? ഒരു 2 പേഷ്യന്റും ഒരുപോലെ ആയിരിക്കത്തില്ല. ഒരു മസ്കുലർ ഡിസ്ട്രോഫിക്കാരന് മറ്റേയാളുമായിട്ട് വളരെ ഡിഫറൻസ് കാണും. സോ എപ്പോഴും ഡോക്ടറിനോട് ചോദിക്കുക, എന്റെ അവസ്ഥ ഇതാണ്, എനിക്ക് ഇത്രയും നേരം സാധിക്കും എക്സസൈസ് ചെയ്യാൻ തുടരെ, അപ്പൊ അത് നിങ്ങളൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് വേണം മസ്കുലോസ്കെലറ്റൽ എക്സസൈസ് ചെയ്യാൻ. ഡയഫ്രത്തിന്റെ ഒക്കെ നിങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സോ എപ്പോഴും കിതയ്ക്കുന്ന ഒരു സ്റ്റേജിലോട്ട് പോകരുത്. എ പേഴ്സൺ വിത്ത് മസ്കുലർ ഡിസ്ട്രോഫി ഷുഡ് നോട്ട് ഗോ ടു ദ പോയിന്റ് ഓഫ് എക്സോഷൻ. മനസ്സിലായോ? അങ്ങ് കിതച്ച് വീഴുന്ന ആ ഒരു സ്റ്റേജിൽ എക്സസൈസ് ചെയ്യരുത്. ടൈം ടേബിൾ വെക്കുക. എനിക്ക് 10 മിനിറ്റ് ആകുമ്പോൾ ഞാൻ ക്ഷീണിക്കുമെങ്കിൽ 5 മിനിറ്റ് നിങ്ങൾ എക്സസൈസ് ചെയ്താൽ മതി. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം, സോളോയിങ് ഇഷ്യൂസ് നെക്സ്റ്റിന്റെ സോളോയിങ് ഇഷ്യൂസിൽ നമുക്കൊരു സ്പീച്ച് പതോളജിസ്റ്റിന്റെ ഹെൽപ്പ് ഓഫ് കോഴ്സ് വേണം. എങ്കിലും ഞാനൊരു ചെറിയ ടെക്നിക്ക് പറയുകയാണ്, എങ്ങനെ പെർഫോം ചെയ്യുന്നത്, ഈ ഒരു എക്സസൈസ് എങ്ങനെ പെർഫോം ചെയ്യുന്നതെന്ന് പറയാം. ടേക്ക് എ ഡീപ് ബ്രെത്ത്സ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു നല്ല ശ്വാസം വായിലൂടെ എടുക്കുക. എന്നിട്ട് വായിലൂടെ അല്ല, മൂക്കിലൂടെ നമ്മളിങ്ങനെ എടുക്കുക. ആ സമയത്ത് നമ്മുടെ ഫുഡ് ഉണ്ടല്ലോ, വായില് ഒരു സ്മോൾ ബൈറ്റ് ഓഫ് ഫുഡ് നമ്മുടെ വായിൽ വെച്ചിട്ട് വേണം, ഇങ്ങനെ വായില് ഉരുളയാക്കിയിട്ട് വേണം നമ്മൾ വായിൽ വെച്ചിട്ട് വേണം ജസ്റ്റ് മൂക്കിലൂടെ എടുത്തിട്ട്, നമ്മൾ പ്രാക്ടീസ് ആണേ ചെയ്തിട്ട് എ സ്മോൾ ബൈറ്റ് ഓഫ് ഫുഡ് ഇൻ യുവർ മൗത്ത്, ഈ ഹോൾഡ് ചെയ്തിട്ട് വിഴുങ്ങ, റിലാക്സ് ചെയ്യരുത്, മനസ്സിലായോ? ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് വിഴുങ്ങ. ഫുഡ് അങ്ങ് പോയതിനു ശേഷം ഇങ്ങനെ ഒരു ചെറിയ ചുമ പോലെ ഒരു സൗണ്ട് ഉണ്ടാക്കുക. ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ആദ്യം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട്, ഒരുപാട് റിസർച്ചസ് സപ്പോർട്ടുള്ള ഒരു എക്സർസൈസ് ആണ്. ഒന്നുകൂടി പറയാം, ഫുഡ് വായി വെക്കുക, ഒരു ചെറിയ പീസ് ദോശയോ ഇഡ്ലിയോ ചോറോ വായിലോട്ട് വെക്കുക. എന്നിട്ട് ഡീപ് ബ്രെത്ത് എടുക്കുക മൂക്കിലൂടെ. എന്നിട്ട് അത് നമ്മുടെ ശ്വാസം നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചോണ്ട് നമ്മൾ സലൈവ വിഴുങ്ങില്ലേ? നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്തേ. നെറുകെ കയറൊന്നുമില്ല, പേടിക്കണ്ട. ഫുഡ് വച്ചിട്ട് നിങ്ങളിപ്പോ സലൈവ വിഴുങ്ങിയില്ലേ, അമ്മാതിരി തന്നെ ഫുഡ് അങ്ങ് ആ ചെറിയ പീസ് ഓഫ് ഫുഡ് നമ്മൾ ആ കഴിക്കുക. എന്നിട്ട് എന്ന് പറഞ്ഞിട്ടൊരു അതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എന്തെങ്കിലും നോക്കി then cough to clear any remnants of saliva or food which may have gone down past your vocal cords. എന്തെങ്കിലും ഒരു തരി ചോറ്, ഒരു തരി ദോശ, ഒരു തരി ഇഡ്ഡലി താഴേക്ക് പോയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സലൈവയോ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കഫ് ഉണ്ടാക്കുന്നതിലൂടെ അത് പുറത്തേക്ക് പോകുന്നതായിരിക്കും. ഇതിനുശേഷം നല്ലതായിട്ട് റിലാക്സ്ഡ് ആയിട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എക്സേൽ ചെയ്യുക. ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. നോക്കൂ, ഞാൻ എഴുതിയിരിക്കുന്നത് ഡ്യൂറിങ് യുവർ ഫസ്റ്റ് ഫ്യൂ അറ്റംപ്റ്റ്സ് at the exercise do not use food. അതായത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഫുഡ് ഇല്ലാതെ ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ സലൈവ വെച്ചിട്ട് അറ്റംപ്റ്റ് ചെയ്യുക. പ്രാക്ടീസ് വേണം, മനസ്സിലായോ? അപ്പൊ ഇതാണ് നിങ്ങൾക്ക് പറയാനുള്ള എനിക്ക് പറഞ്ഞു തരാനുള്ള 3 പോയിന്റ്സ് ഞാൻ കവർ ചെയ്തത്. ഏറ്റവും ആദ്യം പറഞ്ഞ റെസ്പിറേറ്ററി ഇൻവോൾവ്മെന്റ്, രണ്ടാമത് പറഞ്ഞ മസ്കുലോസ്കെലിറ്റൽ, മൂന്നാമത്തെ പറഞ്ഞ വെരി ഈസി സോളോയിങ് ഇഷ്യൂസ്. ഇതിനെ നിങ്ങൾക്ക് ഡോക്ടറെ കാണണ്ട. ഡയഫ്രത്തിന്റെ എക്സസൈസോ തൊറാസിക് മൊബിലിറ്റി ചെയ്യുന്നതിനോ ACBT ചെയ്യുന്നതിനോ ഡോക്ടറെ കാണണ്ട. പക്ഷെ പിന്നീട് പറഞ്ഞ എക്സസൈസുകൾ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങളുടെ സമയം പോലെ ഒന്ന് പോയി അന്വേഷിക്കുക. ഞാൻ ആ എക്സോസ്റ്റ് ചെയ്യുന്ന ടൈം
നിങ്ങൾക്ക് സ്വന്തം അറിയാമെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങളൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ പോയി കണ്ടിട്ട് അതനുസരിച്ച് ചെയ്യുക. ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, ഡയറ്റ്. നിങ്ങളുടെ ഡയറ്റ്, നിങ്ങളുടെ വയറെപ്പോഴും വീർത്തിരിക്കുന്നു, സ്ട്രോങ് അല്ല എന്ന് പറഞ്ഞു, വീക്ക് അബ്ഡോമിനൽ മസിൽസും നിങ്ങളുടെ ഇമ്മോബിലിറ്റി, ഇങ്ങനെയുള്ള പേഴ്സൺസ് ഇമ്മൊബൈൽ ആയതുകൊണ്ടും വീക്ക് അബ്ഡോമിനൽ മസിൽസ് ആയതുകൊണ്ടും നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉള്ള, ഇങ്ങനെ MD ഉള്ള ആൾക്കാർക്ക് സിവിയർ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫുഡിനകത്ത് ധാരാളം ഫ്ലൂയിഡും ഫൈബറും ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഡോമിനേറ്റ് ആക്കുക. മനസ്സിലായോ? അപ്പൊ അതും അപ്പൊ നമുക്ക് ഈ ഡിസ്ഫാജിയ, അതായത് ഈ ഡിഫിക്കൽട്ടി വിത്ത് സ്വോളോയിങ് നമുക്ക് ഈസി ആക്കാം. മറ്റേ ഫൈബർ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് വിഴുങ്ങാനും ദഹിക്കാനും ഹെൽപ്പ് ചെയ്യും. എനിക്ക് വയറിന്റെ മസിലിന്റെ എക്സസൈസ് ഒക്കെ കാണിച്ചു തരണതുണ്ട്, പക്ഷെ അത് നേരിട്ട് കാണിച്ചു തരാനേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട 3 എക്സസൈസുകൾ നിങ്ങൾ തറവാന്ന് വിചാരിക്കുന്നു. സെമിനാറുകളിൽ വന്ന് കേട്ടിട്ട് പോകുന്നതിന് പകരം നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ നിങ്ങൾ പഠിച്ചെന്ന് ഞാൻ കോൺഫിഡന്റ് ആയിട്ട് വിശ്വസിച്ചോട്ടെ. ഓക്കെ. എന്തെങ്കിലും എനിക്ക് ഓൺലൈനിലൂടെ കാണിച്ചു തരാൻ പറ്റിയ എന്തെങ്കിലും എക്സസൈസുകളോ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. എക്സസൈസുകൾ ഇപ്പം ചോദിക്കാൻ വേണ്ടി എക്സസൈസുകളൊന്നും കരുതി വെച്ചിട്ടില്ല. എക്സസൈസ് എന്താ ചെയ്യേണ്ടതെന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണെങ്കിൽ ഇപ്പം നമ്മളുടെ കുടുംബത്തില് മൈൻഡ് കുടുംബത്തില് കുറെ ആളുകൾ അവരുടെ ചില ജോയിന്റ്സ്, മാം പറഞ്ഞ പോലെ മുമ്പോട്ട് ചെല്ലുന്ന ഒരു പ്രോഗ്രസീവ് ഡിസോർഡർ ആയതുകൊണ്ട് മുമ്പോട്ട് ചെല്ലുമ്പോഴത്തേനും അവരുടെ മസിലുകളുടെ ബലം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം ആ ഒരു വീക്ക്നെസ് ഉണ്ടാകുമ്പോൾ തന്നെ അവര് പക്ഷെ ആ ഒരു ട്രൈ ചെയ്യുന്നത് നിർത്തുകയാണ് മുമ്പോട്ട്. അപ്പൊ ഇനിയിപ്പോ എനിക്ക് കൈപൊക്കാൻ പറ്റില്ല, അപ്പൊ പിന്നെ ഇല്ല. അപ്പം പിന്നെ നമ്മളുടെ അടുത്ത് ഹെൽപ്പ് ചെയ്യുന്ന ആരാണോ അവരുടെ നമ്മൾ എപ്പോഴും സപ്പോർട്ട് മേടിച്ച് ഫുള്ളായിട്ട് ആ ഒരു മൂവ്മെന്റ്സ് നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് മാമിന് എന്താണ് ഞങ്ങളുടെ ഫാമിലിയോട് പറയാനുള്ളത്? അതെ, ഈ ഒരു കാര്യമാണ് മസ്കുലർ ഡിസ്ട്രോഫി പേഷ്യൻസിന്റെ ക്വാളിറ്റി കുറയ്ക്കുന്ന കാര്യം. അതിന് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഹലോ, ഓക്കെ, സോറി. ഇതിനാണ് ഞാൻ പറഞ്ഞത്, എന്റെ ശരീരത്തിനെ ഞാൻ അറിയുക. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ എക്സസൈസ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യുന്നതിൽ എന്തോ കാര്യമുണ്ട്. ഒന്നെങ്കിൽ ആൾ ചെയ്യുന്ന എക്സസൈസ് പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന മസിൽ പ്രോപ്പർ അല്ല. അപ്പോൾ എന്നെ ഞാൻ അറിയുക, എന്റെ ശരീരത്തിന് ക്ഷീണം വരുന്ന, ഞാൻ കിതയ്ക്കുന്ന അല്ലെ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യേണ്ട ആ ഒരു സമയം അറിയണമെങ്കിൽ എക്സാക്ട്ലി ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ അസസ്മെന്റിലൂടെ സാധിക്കും. നിങ്ങൾ ഒരു പ്രൊഫഷണലിനെ കൺസൾട്ട് ചെയ്ത് നോക്കൂ. മനസ്സിലായി? നമ്മുടെ കൂടെ ഉള്ളവര് വിചാരിക്കും, എടാ നിന്റെ കൈ നീ അനക്കണ്ട, നീ അത് ചെയ്യുമ്പോ നീ അങ്ങ് തളരുക, നീ ആ എക്സസൈസ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ക്വാളിറ്റി കളയുന്നതിന് പകരം ഒരു പ്രൊഫഷണലിനെ കണ്ട് നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ അറിയുക, എന്റെ ശരീരത്തിന് ഞാൻ അറിയുക. മനസ്സിലായോ? ഒരു അസസ്മെന്റിലൂടെ സാധിക്കും. അപ്പത്തേനും നമുക്ക് താങ്ക് യു സോ മച്ച്.